നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ തമ്പായം. 2026 പുതുവർഷ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. മൂലം നക്ഷത്രക്കാരുടെ ഈ 2026 ഗുണദോഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത്. ഈ വർഷം 2026 6-ാം മാസം വരെ നമുക്ക് നല്ല കാലമാണ്. വേഴഗ്രഹം 7-ൽ നിൽക്കും. ശനി 2.5 കൊല്ലത്തേക്ക് 4-ൽ നിൽക്കും. ഡിസംബർ വരെ രാഹു കുംഭൻ രാശി ഇഷ്ടസ്ഥാനമായ 3 നിൽക്കും. ഈ ഗ്രഹങ്ങളുടെയൊക്കെ സഞ്ചാര കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുതുവർഷ ഫലത്തെയും കാലങ്ങളുടെയൊക്കെ അനുകൂലമായ രീതിയിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ടുള്ള ഗുണദോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തെയും ലോകത്തെയും കാലത്തെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ വേഴൻ നമുക്ക് 7-ൽ നിൽക്കുന്ന കാലഘട്ടം വളരെ നല്ലതാണ്. അത് 2026 6-ാം മാസം വരെയാണ്. അത് കഴിഞ്ഞാൽ വേഴൻ 8-ലേക്കാണ് പിന്നെ വരുന്നത്. അത് 2026 10-ാം മാസം അവസാനം വരെ ഉണ്ട്. പിന്നെ അതിനുശേഷം വേഴൻ ചിങ്ങൻ രാശിയിലേക്ക് വരും. അത് 2027 ജനുവരി വരെയാകും. ജനുവരി കഴിയുമ്പോൾ വീണ്ടും ഈ വേഴഗ്രഹം ചിങ്ങൻ രാശിയിൽ നിന്ന് മാറി കർക്കിടകത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഈ വർഷം നമുക്ക് വേഴഗ്രഹം 7 സഞ്ചരിക്കുന്ന സമയം നല്ലതാണ് എന്നുള്ളത് പറയാൻ കാരണം ഈ ധനുരാശിയുടെ അധിപനാണ് വേഴൻ. മീനൻ രാശിയുടെ അധിപതിയും വേഴനാണ്. അപ്പോൾ 1ഉം 4ഉം പാപം വഹിച്ച് വേഴഗ്രഹം 7 സഞ്ചരിക്കുകയാണ്. അപ്പോൾ 7-ാമത്തെ രാശിക്കാണ് പ്രാധാന്യം കൂടുതലും. കാരണം ഈ വേഴൻ ഏത് രാശി നിൽക്കുന്നുവോ ആ രാശിക്ക് അഭിവൃദ്ധി ഉണ്ടാവും. അപ്പോൾ സൗമ്യ സപ്തമകെ വിവാഹ ഘടനം നഷ്ട അർത്ഥലാഭ സുദുർഭോഗവ്യാപ്തി സുഹൃത യാനാധികം സിയാൽ ഫലവും എന്നാണ്. വിവാഹഘടനം എന്ന് വെച്ചാൽ വിവാഹം വേണ്ട, ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട എന്ന് പറയുന്ന ആൾക്കാർക്ക് വിവാഹവും കുടുംബസൗഖ്യവും കിട്ടും. കുടുംബകോടതിയിൽ നിൽക്കുന്നവർക്ക് കുടുംബ വീട്ടിൽ താമസിക്കാനുള്ള യോഗവും കാര്യവും ഭാര്യാഭർത്തൃ ദാമ്പത്യമൊക്കെ കിട്ടും. അങ്ങനെ വിവാഹം നടക്കാത്തവർക്ക് നടക്കുകയും ഉള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ സ്നേഹിച്ച് ജീവിക്കാനും യോഗമുള്ള സമയമാണ്. വയസ്സായ ഒരു അപ്പൂപ്പൻ വീട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിനും അന്തിക്കൂട്ടിന് ആരെങ്കിലും വേണമെന്ന് തോന്നുകയും മക്കൾ നടത്തി കൊടുക്കുകയും ചെയ്യുന്ന സമയമാണ്. അങ്ങനെ വിവാഹ സൗഖ്യം കിട്ടും. ഒരു വിവാഹത്തിന് പല ജാതിക്കാർ, മതക്കാർ, രാഷ്ട്രീയക്കാർ, സംഘടനക്കാർ, സമുദായക്കാരൊക്കെ ഒന്നിച്ച് നിൽക്കുന്നത് പോലെ സമൂഹത്തിലുള്ള എല്ലാ ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരും എല്ലാ സമുദായക്കാരും നമ്മളോട് സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി സഹകരിച്ച് നമുക്ക് സഹായങ്ങൾ ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന സമയമാണ്. സംഘം, സമുദായം, രാഷ്ട്രീയം, പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്കൊക്കെ നേട്ടങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും. അധികാരം, സ്ഥാനമാനങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ കിട്ടാനുള്ള യോഗങ്ങളുണ്ട്. കാര്യവിജയവും നേട്ടങ്ങളൊക്കെ കിട്ടും. പിന്നെ ഗുരു ശുക്രൈ കേന്ദ്രകൈ വാ സുഹിതാഹ സത്ര ആതിരോ വാജ്യ എന്നാണ്. ഗുരുവോ ശുക്രനോ 1-ലോ 4-ലോ 7-ലോ 10-ലോ സഞ്ചരിക്കുന്ന സമയം സുഹിതാഹ സത്ര ആതിരോ വാജ്യ. എത്ര രോഗിയായിട്ട് കിടക്കുന്ന ആളും സുഖിയായിട്ട് ഭവിക്കുമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അസുഖങ്ങൾ മാറും. വലിയ സർജറിയൊക്കെ ചെയ്യണം, പൈസയൊക്കെ ഒപ്പിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് അസുഖമേ ഇല്ല എന്ന് തോന്നുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ നല്ല സുഖം കിട്ടും. എന്നാൽ അസുഖം ഇല്ലാത്തവരത്രയും സുഖിക്കണം എന്ന് പറയാൻ പറ്റൂല. നല്ല ജോലി കിട്ടി, വിദ്യ കിട്ടി, വിവാഹം കിട്ടി, ഭാഗ്യം കിട്ടി, സന്തോഷം കിട്ടി, അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ജീവിതത്തിൽ പരാജയം എന്ന് തോന്നിയ പല പദ്ധതികളും വിജയത്തിലേക്ക് നമുക്ക് എത്തപ്പെടാൻ യോഗമുള്ള ഒരു സമയമാണ്
വേറെ 7 നീക്കുമ്പോൾ സൗമ്യ സപ്തമകെ വിവാഹഘടനം നഷ്ട അർത്ഥലാഭക, നഷ്ടം വന്ന് കിട്ടാതെ കിടക്കണ പൈസ കിട്ടും. പണ്ടേ നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടാനുള്ള കുടുംബ സ്വത്തുക്കൾ, വസ്തുക്കൾ, ബന്ധുക്കളെ സഹായിച്ച് തരൂല എന്ന് പറഞ്ഞ വസ്തുക്കൾ, സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ, സർക്കാർ, കോടതി അധികാരികളിൽ നിന്ന് കിട്ടേണ്ടുന്ന സഹായങ്ങൾ, നമ്മളൊരു കേസ് കുരുങ്ങിപ്പോയാലും കുറ്റക്കാരെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും കോടതി ചെല്ലുമ്പോൾ ജാമ്യവും സഹായവും കേസ് ഇളവും ഒക്കെ കിട്ടും. നിരപരാധിത്വം തെളിയിക്കാൻ കൂടിയുള്ള അവസരമാണ്. ഇങ്ങനെ പല കുറ്റങ്ങളും തെറ്റുകളും നമ്മളെ ഭാഗത്ത് ആരോപണങ്ങളും വന്നാൽ പോലും അതൊക്കെ അതിജീവിച്ച് രക്ഷപ്പെട്ട് വരാനുള്ള യോഗമുണ്ട്. വിദേശിയാണ് ഇന്ത്യയുടെ കൂടെ വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട്. വിദേശത്ത് നമ്മൾ പെട്ടെന്ന് പോകണതല്ല, വിദേശത്തിരിക്കുന്നവർക്ക് അവിടെ നേട്ടവും ഭാഗ്യവും കിട്ടും, ജോലി കിട്ടും, PR കിട്ടും, മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ കിട്ടാതെ വിഷമിക്കണവർക്ക് അതൊക്കെ കിട്ടും. അതേപോലെ വിസകൾ കിട്ടും, അവസരങ്ങൾ കിട്ടും, അംഗീകാരങ്ങൾ കിട്ടും, ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. അധികം ചെയ്യാൻ ഫലം, അധികമായ ഫലം, നേട്ടങ്ങൾ ഇതൊക്കെ കിട്ടും. ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന ഘട്ടമാണ് ആദ്യത്തെ 6 മാസം വരെ. ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ അനുഗ്രഹമുള്ളവർക്ക് സർവകാര്യ വിജയ നേട്ടങ്ങളും പുരോഗതികളും ഉണ്ടാകും. വേഴൻ നമുക്ക് 7 മാറി പിന്നെ 10-ാം മാസം വരെ 2026 6-ാം മാസം മുതൽ 2026 10-ാം മാസം വരെ അടുത്ത രാശിയിലേക്ക് വരും. അവിടെ 8-ലാണ് വരുന്നത്. 8 വരുമ്പോഴാണ് നമുക്ക് 8-ൻ്റെ പണി കിട്ടുന്നത്. 8-ൻ്റെ പണി എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ വരുമാന മാർഗങ്ങൾ, സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയതുപോലെ തോന്നുകയും ചെറിയ കാര്യത്തിനും നമ്മൾ വാശിയും വിരോധവും ശത്രുതയും കാണിച്ച് ജോലി വേണ്ട, എനിക്ക് സ്ഥാനം തുടരാൻ പറ്റില്ല, നമുക്ക് എന്തെല്ലാം സഹായങ്ങളുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് വേണ്ട, അതിന് കുടുംബവും ബന്ധവും പണവും എനിക്ക് ഒന്നും വേണ്ട എന്ന് തോന്നി ഭയങ്കര ശത്രുവിനെ പോലെ സംസാരിച്ച് പെരുമാറി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ, കുരുക്കുകൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ആ ഒരു കഷ്ടം പിടിച്ച സമയം നമ്മളെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ഉപാധികളും നമ്മളുണ്ടാക്കണം. 8-ൽ വേഴം വരുമ്പോൾ വിത്തക്ഷയം, പ്രവാസം, രോഗാൻ, ജനന്തി, മരണഭീതിയും എന്നാണ്. വിത്തക്ഷയം ധനനഷ്ടം, പ്രവാസി എന്ന് വെച്ചാൽ എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഏത് രാജ്യത്ത് നിന്നാലും അവിടുന്ന് വേറെ രാജ്യത്ത് പോകാൻ തോന്നിപ്പോകുന്ന അവസ്ഥ. നല്ല ജോലിക്കാ പഠിക്കാനോ പോണേ തെറ്റില്ല, ഉള്ളത് കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒപ്പിക്കാനും പറഞ്ഞുകൊണ്ട് പോണവർ സൂക്ഷിക്കണം. രോഗങ്ങൾ, മരണഭീതി, മരണഭയം എന്ന് വെച്ചാൽ ഒരു ദിവസമെങ്കിലും 1 മണിക്കൂറെങ്കിലും മരിച്ചു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഡെങ്കിപ്പനിയാ, കൊറോണ പനിയാ, അല്ലെങ്കിൽ ചെറിയ അസുഖം വന്ന സർജറിയാ, അങ്ങനെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ കയറണമെന്ന് തോന്നുന്നതല്ല, നമ്മൾ കയറിപ്പോകുന്ന സമയമാണ്. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്ക്, മരണഭയം, ഇതൊക്കെ അപകടം, ഇതൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി ഓട്ടിക്കണവർ സൂക്ഷിക്കണം. അറ്റാക്ക് വരാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമില്ല. എപ്പോഴാണ് ഇതൊക്കെ വരണത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു ഡോക്ടറാണെങ്കിൽ അറ്റാക്ക് വന്ന് മരിക്കാതെ ഇരിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് മരുന്നും മന്ത്രമൊക്കെ നമുക്ക് വേണം, സൂക്ഷിക്കണം. വേറെ 8 നിൽക്കുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിൽ നമുക്ക് പോലീസ് കേസുകൾ, ജയിൽവാസങ്ങൾ, അപവാദങ്ങൾ, നമ്മുടെ ജോലി തന്നെ മതിയാക്കി വേറെ ഏതെങ്കിലും ജോലിക്ക് പോയാൽ കൊള്ളാം, എൻ്റെ തൊഴിലിൽ ഒരുപാട് ബുദ്ധിമുട്ട്, പീഡനം, ശത്രുത ഒക്കെ ഞാൻ അനുഭവിക്കുകയാണെന്നുള്ളൊരു ചിന്തയൊക്കെ വരും. ഒരു പോലീസുകാരനാണെങ്കിൽ പോലും അയാൾ ചെയ്തതൊക്കെ തെറ്റാണെന്ന് കൊണ്ട് അങ്ങനെ വാദി പ്രതിയാവുന്ന സമയമാണ്. ഒരു വക്കീലാണെങ്കിലും അയാൾ ഭയങ്കര മിടുക്കനാണെങ്കിലും കേസിലൊക്കെ തോറ്റു പോകുന്ന സമയമാണ്. ഒരു ഡോക്ടറാണെങ്കിലും അയാൾ ചികിത്സിച്ച രോഗി എന്തെങ്കിലും കുഴപ്പം കൊണ്ട് ചത്തു അങ്ങേരെ ശ്രദ്ധ കുറവാണെന്ന് പറയും. അങ്ങനെ ഒരു അധ്യാപകനാണെങ്കിലും പിള്ളേരെ വഴക്ക് പറഞ്ഞാൽ പിള്ളേർ കയറി ചത്താൽ നമ്മൾ മീറ്റുകൊണ്ട് ചത്തേന്ന് കേൾക്കും. ഇങ്ങനെ പല പീഡന കേസുകളും നമ്മളെ മണ്ടയിൽ വന്നു കയറുന്ന സമയമായിട്ട് ഏത് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന അധികാരിയാണെങ്കിലും ഉദ്യോഗസ്ഥനാണെങ്കിലും നമ്മളെ രക്ഷിക്കാൻ നമുക്കേ പറ്റും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനും വിട്ടുവീഴ്ച മനോഭാവം ചെയ്യാനും നമുക്കുള്ള ജോലി അധികാരവും വേണ്ടെന്ന് ഉപേക്ഷിച്ച് പോകാതിരിക്കാനും അധികാര പൂജകളെ കൊണ്ടും സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും സഹിച്ചും പുറത്തും നമ്മളെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം.
ഞാൻ നമ്മൾ വലിയ മിടുക്കരാണെന്ന് കരുതി എന്തെങ്കിലും പറയണ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളായിട്ട് വരും. പ്രത്യേകിച്ച് മൂലം നക്ഷത്രക്കാർ അസുരഗണോ ആർക്കും ഉപദ്രവം ചെയ്തില്ലെങ്കിലും വാശിയും അക്രമവും വിരോധവും ഉള്ള ആൾക്കാരാണ്. നമ്മളെ ആ ഉപദ്രവിക്കുന്നവരെ വെറുതെ വിടാൻ ഒരിക്കലും മനസ്സ് തോന്നുന്ന നാളല്ല. പോലീസുകാർ, പട്ടാളക്കാർ, വക്കീലന്മാർ, അധികാരികൾ, വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ നാളിലുണ്ട്. അവരാണ് ഭയങ്കര അധികാരം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവനെ ഊപ്പിടിയാക്കാമെന്ന് വിചാരിക്കുന്നത്. അവസാനം അമ്മമാർ ചെറിയ ഒരാളായിരുന്നാൽ നമ്മളായിട്ട് കറക്കി ഊപ്പാട് വരുത്തി വലിയൊരു പ്രശ്നത്തിന് വലിയൊരു കുഴപ്പത്തിൽ ചാടാതിരിക്കാൻ ശ്രമിക്കണം. 4 ശനി സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് വീട് വപ്പിന് തടസ്സപ്പെടുത്തും. ചില പൂർവിക വസ്തുക്കൾ വിറ്റിട്ട് വേറെ ചില വസ്തുക്കൾ വാങ്ങിക്കാനൊക്കെ തോന്നും. അത് കുഴപ്പമില്ല, വിൽക്കാനും പറ്റണില്ല, വാങ്ങിക്കാനും പറ്റണില്ല. വീട് വയ്ക്കാനും വാങ്ങിക്കാനും ഫ്ലാറ്റ്, വില്ല ഇതൊക്കെ വാങ്ങിക്കാനും പൈസയൊക്കെ കൊടുത്തിട്ട് വീടും കിട്ടണില്ല, പൈസയും കിട്ടണില്ല, ചോദിക്കാനും പറ്റണില്ല, വാങ്ങിക്കാനും പറ്റണില്ല, സ്ഥലവും കൂടെ ആയി. അങ്ങനെ ബാങ്കുകാർ ജപ്തിക്കൊക്കെ വരുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് ആർക്കും ജാമ്യം നിൽക്കാനും പൈസ വാങ്ങിച്ചു കൊടുക്കാനൊന്നും കൂടുതൽ പോകരുത്. രാഹു 3 നിൽക്കുമ്പോൾ ഒരുപാട് വിരോധവും ശത്രുക്കളും ഉണ്ടെങ്കിരുന്നാലും എല്ലാ കുരുക്കിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. 2026 10-ാം മാസത്തിന് ശേഷം 2027 ജനുവരി വരെ നമുക്ക് 8 നിന്ന് 9 മാറ്റമുണ്ട്. ആ ഒരു ചെറിയ കാലഘട്ടം. കാരണം 10-ാം മാസത്തിൻ്റെ അവസാനം കഴിഞ്ഞ് 11, പിന്നെ 12 ജനുവരി ആദ്യം ഒരു 2 മാസം നമുക്ക് വേഴഗ്രഹം 9 വരും. അങ്ങനെ ഈ വർഷത്തിൻ്റെ ആദ്യത്തെ 6-ാം മാസവും 10-ാം മാസം മുതൽ 12-ാം മാസവും നമുക്ക് ഇത്തിരി കൊള്ളാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിലാണ് വീഴ്ച, ഒടിവ്, അപകടം, കള്ള പേരുദോഷങ്ങൾ, അതേപോലെ ചെയ്യാത്ത കുറ്റത്തിന് അകത്താവണ സമയങ്ങൾ, അപവാദങ്ങൾ, നമ്മളിരിക്കുന്ന വസ്തുവും പൈസയും ഒക്കെ ബാങ്കുകാരും സർക്കാരും കണ്ടുകെട്ടുന്ന സമയം, പിടിച്ചുകൊണ്ട് പോകുന്ന സമയം, അങ്ങനെ നമുക്കും മരിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്ന സമയം. ആ നിർമ്മപീഡ നിധനഗതയെന്നാണ്. കേസ് വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങൾ, ജോലിക്ക് കിട്ടേണ്ടുന്ന പ്രൊമോഷൻ, സാലറി, പ്രോഫിറ്റ്, കമ്മീഷൻ, ടാർഗറ്റിലൊന്നും കിട്ടാതെ പോകുന്ന സമയമൊക്കെ ഉള്ള സമയം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ദോഷം ഉള്ള സമയമാണെന്ന് കരുതി ഉള്ളതെടുത്ത് കളഞ്ഞ ജീവിതം തകർച്ച വരുത്തിക്കൊണ്ട് നിൽക്കാതെ ഉള്ളത് മതി, ഉള്ളത് നമുക്ക് സൂക്ഷ്മതയോടുകൂടി നിലനിർത്തിയാൽ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടും എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ നിലനിർത്താൻ ശ്രമിക്കണം. അത് നവഗ്രഹ പൂജ, മൃത്യുഞ്ജയ ഐശ്വര്യ പൂജ, ശനി 4 നിൽക്കുന്നത് കൊണ്ട് വാഹനങ്ങൾ ഓട്ടിക്കുന്നത്, മെഷീനറിയൊക്കെ കൈകാര്യം ചെയ്യുന്നത്, വെള്ളത്തിൽ പോകുന്നതൊക്കെ വെള്ളത്തിലും ചാറ്റിൽ കടലിലൊക്കെ മുങ്ങാൻ പോയാൽ വെള്ളത്തോണ്ടൊക്കെ പോകും. കാരണം ആരൂടെ മീനവേ പ്രഷ്ട പങ്കുഹൂസ്യാൽ പാപവീക്ഷിതോ കൂപാതോ പതനം വാച്ച ആരൂടോ അളനി ഇന്ദുഭേ. ഇന്ദുഭം എന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ വീട്, കർക്കിടകം, അളി വൃശ്ചികം, ആരൂടെ മീനവേ മീനൻ രാശി ആരൂഢം. ഇതൊക്കെ വരുമ്പോഴാണ് പങ്കുഹൂസ്യാൽ പാപവീക്ഷിതോ. പങ്കു എന്ന് വെച്ചാൽ മൊണ്ടിയായി പോകുന്നത്, കാലിന് അസുഖം വരുന്നത്, ഒടിവിച്ചതവൊക്കെ ഉണ്ടാകും. കൂപാതോ പതനം, കൂപം കിണറ്റിൽ വീഴുന്നതാണ്. ഇപ്പം പണ്ട് കിണറ്റിൻ്റെ അടുത്തൊക്കെ നമ്മൾ വെള്ളം കോരാനാണെങ്കിൽ ഇപ്പം എല്ലാം മോട്ടോർ പരിപാടിയാണ്. അതുകൊണ്ട് കിണറ്റിൽ വീഴാനും ചാൻസ് ഉണ്ട്. ഒരാൾ കിണറ്റിൽ വീണ് രക്ഷപ്പെടുത്താൻ പോയാൽ ചിലപ്പം നമ്മളായിരിക്കും ചാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ആറ്റിൽ, തോട്ടിൽ, കടലിൽ കുളിക്കാനൊക്കെ പോകണവർ സൂക്ഷിക്കണം. വെള്ളം എടുത്തുകൊണ്ട് പോകും, ആപത്ത് ദോഷങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഗണപതി പൂജ, മൃത്യുഞ്ജോമം, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ, ശത്രു സംഹാര പൂജ, വേഴട്ട് നിൽക്കുന്ന കാലഘട്ടത്തിങ്കിൽ വിഷ്ണു പൂജകളും, നരസിംഹമൂർത്തി പൂജ, സുദർശന പൂജ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലത് വരും. കുടുംബക്ഷേത്രത്തിൽ ഭജിക്കണം. ജാതകത്തിൽ നല്ല സമയമാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ബാധിക്കില്ല. ദോഷ സമയമാണ് ജാതകത്തിലുള്ളതെങ്കിൽ ഭയങ്കര ദോഷം. ജാതകത്തിലുള്ള ഗ്രഹപ്പഴും ജീവിതത്തിലുള്ള ഗ്രഹപ്പഴും രണ്ടും കൂടെ നമ്മൾ അടിച്ച് തകർത്തുകളയും. അപ്പോൾ അതുകൊണ്ട് ജാതകം പരിശോധിക്കുന്നതിന് ജനതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചു തരേണ്ടതായിട്ടുണ്ട്. പിന്നെ കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസ്യതോറും
ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയ ഹോമം, കാലഭൈരവ ഹോമം, ഭദ്രകാളി പൂജ, കാലഭൈരവന് അഭിഷേകമൊക്കെ ഉണ്ട്. പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, അങ്ങനെ പല വിശിഷ്ട പൂജിച്ച ദ്രവ്യങ്ങളെ കൊണ്ടുള്ള കലശ അഭിഷേകമൊക്കെ ഉണ്ട്. ഭക്തജനങ്ങളാണ് അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്, അമ്പലം വകയായിട്ടും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ അറിയിക്കുക. നിങ്ങൾക്ക് നല്ല ഐശ്വര്യവും അഭിവൃദ്ധികളും പുരോഗതികളും ഒക്കെ കിട്ടാൻ നമുക്ക് ആദ്യഘട്ടത്തിൽ പറ്റും. കാലഭൈരവനെയും കുടുംബദേവനെയൊക്കെ ഒന്ന് പഠിക്കണം. ഈ വിനാശകാല് വിപരീത ബുദ്ധി എന്ന് പറയും കണക്ക് സമയദോഷം വരുമ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാനൊന്നും തോന്നില്ല, ദേവനെ ഭജിക്കാൻ തോന്നില്ല. ഇത് സമയമുണ്ടെങ്കിൽ ഫോണെടുത്ത് വെച്ച് നമ്മൾ ആരെങ്കിലും വഴക്കൂടും, അതോടുകൂടി ജീവിതവും തീരും. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ സ്നേഹമായിട്ട് ഭഗവാനെ ഭജിച്ച് പോകുമ്പോൾ നല്ലതായിട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് ഈ 2026 വർഷം എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടുന്നതിന് വേണ്ടി കാലഭൈരവ സ്വാമിയോടും ശ്രീ പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.